നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിശുദ്ധ മാർ തോമസ് ലീഹായുടെ ദുഗ്രാന തിരുനാളിനോടനുബന്ധിച്ച് പാലക്കാട് സെൻറ് റാഫേൽസ് കത്തീഡ്രലിൽ ഭക്തി നിർഭരമായ ആഘോഷങ്ങൾ നടന്നു. രാവിലെ 6:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജോഷി പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാന മധ്യേ നടത്തിയ സന്ദേശത്തിൽ വിശുദ്ധ തോമസ് ലീഹായുടെ ഭാരതപ്രവേശനവും ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പൗരാണിക പാരമ്പര്യവും ഫാദർ ജോഷി പുലിക്കാട്ടിൽ അനുസ്മരിച്ചു. AD 52 വിശുദ്ധ മാർ തോമസ് ലീഹ ഭാരതത്തിലെത്തി സുവിശേഷം പ്രസംഗിക്കുകയും വിവിധ പ്രദേശങ്ങളിൽ വിശ്വാസ സമൂഹങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തതായി സഭാ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. AD 72 ചെന്നൈക്ക് സമീപമുള്ള ചിന്നമലയിൽ വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ചായ സൽക്കാരവും തുടർന്ന് മാർത്തോമ ക്രിസ്ത്യാനികളുടെ തനതായ കലാരൂപമായ മാർഗംകളിയും അരങ്ങേറി. ഇടവകയിലെ KCYM അംഗങ്ങളും യുവജനങ്ങളും അവതരിപ്പിച്ച മാർഗംകളി ഏറെ ശ്രദ്ധേയമായി. രാവിലെ 9 മണിക്കും വൈകുന്നേരം 5:30 വിശുദ്ധ കുർബാന മാർ തോമസ് ലീഹായെ പ്രത്യേകമായി അനുസ്മരിച്ച ഈ ദിനം പ്രത്യേക ആരാധനാ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. വിശ്വാസികളുടെ സജീവ പങ്കാളിത്തം ദുഗ്രാന തിരുനാൾ ആഘോഷങ്ങൾക്ക് മികവേറിയതായി സംഘാടകർ അറിയിച്ചു. മാർഗംകളി കാണുവാൻ ഒട്ടേറെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു. തനതായ മാർത്തോമ സഭയുടെ കളിയാണ് മാർഗംകളി. ഇപ്പോൾ ഇത് പല മത്സരങ്ങളിലും വളരെ മികവുറ്റതാക്കി അവതരിപ്പിച്ച് സമ്മാനങ്ങൾ വാരിക്കൂട്ടാറുണ്ട്. എന്തായാലും മാർഗംകളിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കലാകാരന്മാരും കലാകാരികളും പറയുന്നു. വളരെയധികം പരിശീലനം വേണ്ട ഒരു കലാവിരുന്നാണ് ഇത്. ചടുലമായ നൃത്ത രൂപ ഭംഗി ഏറെ ശ്രദ്ധേയമാണ്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.